കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. സോറി, അത് ചെറിയൊരു ടെക്നിക്കൽ ഇത് പറഞ്ഞു. ഞാൻ വേറൊരു വിൻഡോയിലായിപ്പോയി, വേറൊരു ക്ലാസ് റൂമിൽ ആയിപ്പോയി ജോയിൻ ചെയ്ത്. സോറി ഫോർ ദ ട്രബിൾ. നമ്മൾ തുടങ്ങാം അല്ലേ? നീ വെയിറ്റ് ചെയ്യണ്ട. എല്ലാവരും ലോഗിൻ ആയില്ലേ? എല്ലാവരും ചെയ്തില്ലേ? വരുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരു ദിവസം ക്ലാസ് മിസ്സായി. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില അസൗകര്യങ്ങൾ വന്നു, അതുകൊണ്ട് ക്ലാസ് മിസ്സായി. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എത്ര ഓക്സിലറി വെർബ് പഠിച്ചു? ഇപ്പോൾ നമ്മൾ ഈസ്, ആർ, ആം പഠിച്ചു, പിന്നെ വാസ്, വെർ പഠിച്ചു, ഹാസ്, ഹാവ്, ഇത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് കുറച്ച് മലയാളം ഞാൻ പറയാം, അത് നിങ്ങളൊന്ന് ഇംഗ്ലീഷിലേക്ക് പറഞ്ഞതിന് ശേഷം നമുക്ക് തുടങ്ങാം. ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് മലയാളം എത്തിയിട്ടുണ്ട്. ഒരു കോൺവെർസേഷൻ നമ്മളിങ്ങനെ നിങ്ങൾ നടത്തുന്ന ഒരു കോൺവെർസേഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതൊന്ന് വായിച്ചിട്ട് ഇത് നമുക്ക് മലയാളം നമ്മൾ പഠിച്ച കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച ഓക്സിലറി വെർബിൻ്റെ മീനിങ്ങിൽ വരുന്ന സെൻറ്റൻസുകളാണിത്. അപ്പോൾ എല്ലാവരും എത്തിയോ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. വൺ സെക്കൻഡ്. സാർ സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ല. ബാക്കിയുള്ള ആളുകൾക്ക് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? എൻ്റെ രണ്ടെണ്ണം കാണിക്കുന്നുണ്ടാവും ചിലപ്പോൾ. ആ സ്ക്രീൻ ഒന്ന് പിൻ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ മതിയോ? ഓക്കെ. കാണുന്നുണ്ട്. റെഡി. ശരി. എല്ലാവരും എത്തിയോ എന്നാണ് ഇപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങാൻ സമയത്ത് നമ്മൾ ചോദിക്കുമല്ലോ, എല്ലാവരും എത്തിയോ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. നമ്മൾ അതെങ്ങനെ ചോദിക്കും? എല്ലാവരും എത്തിയോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണേ. നിങ്ങൾ പറഞ്ഞോളൂ. ആരെ ഓൺ ചെയ്തിട്ട് പറഞ്ഞോളൂ മൈക്ക്. പെട്ടെന്ന് പറഞ്ഞിട്ട് പോകണം. എല്ലാവരും എത്തിയോ? എല്ലാവരും എത്തി, അല്ല എല്ലാവരും എത്തിയിട്ടുണ്ട് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന അതേ ഓക്സിലറി വെർബ് തന്നെയാണ് എല്ലാവരും എത്തിയോ എന്ന് ചോദിക്കാൻ നമ്മൾക്ക് ഉപയോഗിക്കേണ്ടത്, അല്ലേ? എല്ലാവരും എത്തിയോ? അപ്പോൾ എല്ലാവരുമാണ് സബ്ജക്റ്റ്. എല്ലാവരും. അപ്പോൾ എന്താണ് എല്ലാവരും എന്നുള്ളതിന്? ഓൾ. ഓക്കെ. പറഞ്ഞോളൂ. നിങ്ങൾ റെസ്പോണ്ട് പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ലാഗ് ചെയ്ത് പോകും. നിങ്ങൾ ഫ്രണ്ടിലില്ലാത്തതുകൊണ്ട്. എല്ലാവരും എത്തിയോ എന്നെങ്ങനെ ചോദിക്കും ഇംഗ്ലീഷിൽ? ആരാ പറയുന്നില്ലല്ലോ? ആരും ഒന്നും പറയുന്നില്ലല്ലോ. ആരൊക്കെ അതിനകത്തുള്ള? അഗ്നിവേശ് പറയും. കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓടിയപ്പോയോ? ഹലോ ഓഡിബിൾ അല്ലേ? അത് കേൾക്കുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എന്നിട്ട് ആരും ഒന്നും മിണ്ടാത്തത്? ഓൾ യുവർ പ്രസന്റ്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ.
എല്ലാവരും എത്തിയോ എന്നാണ് അല്ലേ? എല്ലാവരും എത്തി എന്ന് നിങ്ങൾ പിന്നെ ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്ന് എനിക്കിങ്ങനെ മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മളന്ന് പഠിച്ചത് പിന്നെ എന്നാണ് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കണമെന്ന് തോന്നുന്നു. എല്ലാവരും എത്തി, ഒരു കാര്യം ചെയ്തു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിച്ച ഓക്സിലറി വേർബ് ഏതായിരുന്നു? ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ആറാണോ? ഒന്ന് ആദ്യം മുതൽ പറയേണ്ടി വരുമോ ഇനി? നമ്മൾ ആദ്യം പഠിച്ചത് ഈസ്, ആർ, ആം അല്ലേ? ആദ്യം പഠിച്ചത് ഈസ്, ആർ, ആം. ഇത് മൂന്നിൻ്റെ അർത്ഥം ഉണ്ട് അല്ലെങ്കിൽ ആണ് എന്നാണ്. ഉണ്ട് അല്ലെങ്കിൽ ആണ് എന്നാണ്. അപ്പോൾ അതൊരു വേർബിൻ്റെ കൂടെ വരുന്ന സമയത്ത്, ഓക്സിലറി ആയിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഏത് വേർബ് ഫോം വരണം? ING ഫോം വരണം എന്ന് പറഞ്ഞു. ഈസ് ഗോയിങ്, ആർ ഗോയിങ്, ആം ഗോയിങ് അല്ലേ? ING ഫോം വരണം എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ മീനിങ് എന്താണ്? ആ കാര്യം ചെയ്യുകയാണ് അല്ലെ ചെയ്യുന്നുണ്ട് എന്നുള്ള മീനിങ് ആണ് വരിക. ഒരു കാര്യം ചെയ്യുന്നുണ്ട് അല്ലെ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും എത്തുന്നുണ്ടോ അല്ലെ എല്ലാവരും എത്തുകയാണോ എന്നാണ് ചോദ്യമെങ്കിൽ നമുക്ക് ആറോ അല്ലെങ്കിൽ ആറാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ചോദ്യം എന്താണ്? എല്ലാവരും എത്തിയോ എന്നാണ്. ഓക്കെ. പിന്നെ നമ്മൾ പഠിച്ച ഓക്സിലറി വാസ് വേർ ആയിരുന്നു. വാസ് വേർ അതിൻ്റെ നേരെ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് ഉണ്ടായിരുന്നു എന്നാണ്, അല്ലെങ്കിൽ ആണ് എന്നുള്ളത് ആയിരുന്നു എന്നാണ് വാസ്. അപ്പോൾ വാസ് വേറിൻ്റെ കൂടെ ING ഫോം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോഴും ആ കാര്യം ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് മീനിങ്. അപ്പോൾ വാസ് ഗോയിങ് എന്ന് പറയുകയാണെങ്കിൽ പോകുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ വേർ ഗോയിങ് എന്ന് പറഞ്ഞാൽ പോകുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ പോവുകയായിരുന്നു. അതാണ്. അപ്പോൾ ഈ രണ്ട് ഓക്സിലറി വേർബ്, ഈ രണ്ട് വിഭാഗം ഓക്സിലറി വേർബിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ അടുത്തത് നമ്മൾ പഠിച്ചത് ഹാസ്, ഹാവ് ആണ്. ഹാസ്, ഹാവിൻ്റെ മീനിങ് പഴയതൊക്കെ പിന്നെ എടുക്കേണ്ടി വരും. നിങ്ങളത് ഹോംവർക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കിതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. കാരണം കണ്ടോ, കാണുന്നില്ലേ? ഇവിടെ നമ്മൾ പഠിച്ചത് ഹാസ്, ഹാവ്, ഉണ്ട് എന്നാണ്. അപ്പോൾ അതിൻ്റെ കൂടെ V3 ആണ് വരുന്നത്. മെയിൻ വേർബ് V3 ആണ് വരുന്നത്. ഹാസ്, ഹാവിൻ്റെ കൂടെ V3. അപ്പോൾ മീനിങ് ആ കാര്യം ചെയ്തു, ചെയ്തിട്ടുണ്ട്, ചെയ്തു കഴിഞ്ഞു, ചെയ്തിരിക്കുന്നു എന്നൊക്കെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു മീനിങ് ആണ് ഇപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം. എല്ലാവരും എത്തിയോ, എത്തിയിട്ടുണ്ടോ, എത്തിക്കഴിഞ്ഞോ എന്നാണ് ചോദ്യം അല്ലേ? എല്ലാവരും എത്തിയോ എന്നല്ലേ ചോദ്യം നമ്മളെ. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് ഓക്സിലറി വേർബ് ഏതാണ് ഉപയോഗിക്കേണ്ടത്? ഒന്നുകിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. ഇവിടെ എല്ലാവരും എന്ന് പറയുമ്പോൾ ഒന്നിലധികം ആൾക്കാരുണ്ട്. അപ്പോൾ ഹാസ് ആണോ ഹാവ് ആണോ യൂസ് ചെയ്യേണ്ടത്? ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ എങ്ങനെ വരും? ഹാവ് അല്ലേ? ഓൾ എന്താണ്? അപ്പോൾ ഹാവിൻ്റെ കൂടെ നമുക്ക് എന്താണ് ഉപയോഗിക്കേണ്ടത്? V3 ആണ്. എത്തുക എന്നുള്ളതിന് എന്താ V3? റീച്ച്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കം അല്ലേ? എല്ലാവരും എത്തിയോന്ന് ചോദിച്ചാൽ എന്താണ് എന്തതിൻ്റെ അർത്ഥം? എല്ലാവരും വന്നോ എന്നാണ്. ക്ലാസ്സിൽ എല്ലാവരും വന്നോ എന്നുള്ളതാണ്. അപ്പോൾ ഹാവ് ഓൾ കം, കം, കെയിം, കം. കം എന്നുള്ള V3 ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, മനസ്സിലാക്കുക. കം, കെയിം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. കം, കെയിം, കം. മൂന്നാമത്തെ രൂപം എന്ത് തന്നെയാണ്? കം തന്നെയാണ്. അപ്പോൾ ഹാവ് ഓൾ കം എന്നാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ ആണ്? വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ? പറ്റുന്നില്ലേ? ഹലോ. ഓക്കെ, ശരി. അപ്പോൾ നിങ്ങൾ ഒരു 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 ആശയം മനസ്സിലുണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഓക്സിലറി വേർബ് ഏതാണെന്ന് ആദ്യം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ എല്ലാവരും എത്തിയോ? അപ്പോൾ എത്തി എന്നുള്ളതാണ്, അതിനെക്കുറിച്ചാണ് ചോദ്യം. എത്തി അല്ല എത്തിയിട്ടുണ്ട്, അതിനെക്കുറിച്ചാണ് ചോദ്യം. അപ്പോൾ ആ മീനിങ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതാണ് ഓക്സിലറി വേർബ് എന്ന് ആലോചിക്കുക. നമ്മൾ പഠിച്ച ഓക്സിലറി വേർബിൽ അപ്പോൾ ഇവിടെ ഹാവ് ആണ്, അല്ലെങ്കിൽ ഹാസോ ഹാവും രണ്ടും ഒരേ മീനിങ് ആണ്. ഇവിടെ എല്ലാവരും എന്നായതുകൊണ്ട് ഹാവ് ആണ്. ഓക്കെ. എന്നിട്ട് അതിൻ്റെ കൂടെ മെയിൻ വേർബ് ഏതാണ് ഉപയോഗിക്കേണ്ടത് നോക്കുക. ഹാവും ഹാസിൻ്റെ കൂടെയൊക്കെ V3 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം കം എന്നുള്ളതിൻ്റെ V3 കം എന്നാണ്. അങ്ങനെ ആലോചിച്ചിട്ട് വേണം നിങ്ങൾ എഴുതാൻ. അങ്ങനെയാണ് നോക്കുക. അടുത്ത് നോക്കുക. ഇല്ല, ഇല്ല എന്നാണ്. ഇല്ല എന്നെങ്ങനെ പറയാം? നോ അല്ലേ? രാജു വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? രാജു വരുന്നുണ്ട് അല്ലേ? രാജു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. ആ അർത്ഥത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ ഏത് ഓക്സിലറി വേർബാണ് നമുക്ക് വേണ്ടത്? ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ചില ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആണ് ഈസ്, ആർ, ആം അല്ലേ? ഈ മൂന്ന് ഓക്സിലറി വേർബിൻ്റെ മീനിങ് എന്താണ്? ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് പറയാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ രാജു ആണ് അല്ലേ? രാജു ആയതുകൊണ്ട് നമുക്ക് ഈസ്, ആർ, ആമിൽ ഏതാ ഉപയോഗിക്കുക?
ഈസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ രാജു വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ രാജുവിൽ തുടങ്ങണം. രാജു ഓക്സിലറി വെർബ് ഏതായിരുന്നു? ഈസ് അല്ലേ? വേർബ് വരിക എന്നുള്ളതാണ്, കം എന്നുള്ളതാണ്. അതിൻ്റെ എന്ത് ഉപയോഗിക്കണം? ഈസിൻ്റെ കൂടെ ING ഫോം യൂസ് ചെയ്യണം. രാജു ഈസ് കമ്മിങ്. അപ്പോൾ രാജു വരുന്നുണ്ട്. അപ്പോൾ രാജു ഈസ് കമ്മിങ്. അപ്പോൾ അവിടുത്തെ ചോദ്യം അതാണ്, അവൻ എവിടെ എത്തി എന്നാണ് ചോദ്യം. എത്തി അല്ലെ എത്തിയിട്ടുണ്ട് അല്ലേ? എവിടെ എത്തിയിട്ടുണ്ട് അവൻ എന്നല്ലേ നമ്മൾ ചോദിക്കുക. എവിടെ എത്തിയിട്ടുണ്ട്, എവിടെ എത്തിയത് എന്ന് ചോദിക്കാം നമ്മൾ. അപ്പോൾ എത്തി എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന ഓക്സിലറി വേർബ് ഏതാണെന്ന് നോക്കുക. ഏതാണ്? ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ഓക്സിലറി വേർബ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ. ഏതാ? പറഞ്ഞോളൂ. അത് മിണ്ടാതിരിക്കല്ലേ. എന്തെങ്കിലും തെറ്റാണെങ്കിലും പറയണം നിങ്ങൾ. ഹാവ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ്. ഇത് രണ്ടും ഒരു കാര്യം ചെയ്തു എന്ന് പറയാനാണ് അല്ലേ? ചെയ്തിട്ടുണ്ടെന്ന് പറയാനാണ്. അപ്പൊ ഇവിടെ അവനായതുകൊണ്ട് ഹാവ് ആണോ ഹാസ് ആണോ? ഒരാളല്ലേ ഉള്ളൂ. ഹാസ്. ഓക്കെ. അപ്പോൾ ഹാസ് ആണ് ഇവിടുത്തെ ഓക്സിലറി. നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ചോദിക്കേണ്ടത് ഇനി, അപ്പോൾ ഹാസിന്റെ കൂടെ നമ്മൾ V3 ആണ് ഉപയോഗിക്കാന്ന് മനസ്സിലായി. ഓക്കെ, V3 ആണ് യൂസ് ചെയ്യുക. പിന്നെ അവൻ എവിടെ എത്തി എന്നാ ചോദ്യം. അപ്പോൾ ഇത് ചോദ്യമാണ്. അപ്പോൾ എവിടെ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് വേണം? എന്ത് ക്വസ്റ്റ്യൻ ആണ്? നമ്മൾ പറഞ്ഞില്ല 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് എല്ലാവരും എത്തിയോ എന്നുള്ളത് എന്താണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇല്ല, യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള ആൻസർ വരുന്നതാണ്. ഇവിടെ എന്ത് ക്വസ്റ്റ്യൻ ആണ്? WH ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്യണം. ക്വസ്റ്റ്യൻ വേർഡ് എവിടെ എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? പറഞ്ഞോളൂ. വെരി ഗുഡ്. വേർ. ഓക്കെ, വേർ. ഇനിയാണ് നമുക്ക് ഓക്സിലറി ഉപയോഗിക്കേണ്ടത്. ക്വസ്റ്റ്യൻ നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, ഓക്സിലറി ഉപയോഗിക്കണം. അപ്പോൾ ഓക്സിലറി നമ്മൾ പറഞ്ഞത് ഹാസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ വേർ ഹാസ്. ആരാണ്? അവൻ. ഹി. എത്തുക എന്നുള്ളതിന്, ഇവിടെ എത്തുക എന്നുള്ളതിന് അർത്ഥം റീച്ച് ആണ് വേർബ്. അതിൻ്റെ V3 എന്താണ്? റീച്ച്ഡ് ആണ്. വേർ ഹാസ് ഹി റീച്ച്ഡ്. വേർ ഹാസ് ഹി റീച്ച്ഡ്. അവൻ എവിടെ എത്തി? അവൻ എവിടെ എത്തിയിട്ടുണ്ട്? ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇന്ന സ്ഥലത്തെത്തി എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ അതിനൊരു ആൻസർ ആണ് എന്ത്? അവൻ ചെറുവാടി കഴിഞ്ഞു. ചെറുവാടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തും. ചെറുവാടി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല നമ്മൾ പറയാം. ചെറുവാടി കഴിഞ്ഞു. അതിനൊന്ന് പറഞ്ഞേ, അതൊന്ന് പറഞ്ഞേ. അവൻ ചെറുവാടി കഴിഞ്ഞു അല്ലെ അവൻ ചെറുവാടി കഴിഞ്ഞിട്ടുണ്ട്. ഒരേ സന്ദർഭമാണ്, ഒരേ സിറ്റുവേഷനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ചെറുവാടി കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ വരും എന്നാണ്. ഓക്കെ, അവിടെ ഓക്സിലറി എന്ത് തന്നെയാണ്? ഹാസ് തന്നെയാണ്. അപ്പോൾ അവൻ അല്ലേ? എന്താണ്? ഹി ഹാസ്. എൻ്റെ കൂടെ കഴിഞ്ഞു എന്നാണ് പറയുക. കഴിയുക എന്നുള്ളതിന് എന്താ? ഒരു സ്ഥലത്ത് നമ്മൾ പോകുന്ന സമയത്ത് ഒരു സ്ഥലം കഴിഞ്ഞു പോകണ എന്താ പറയാ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മളൊരു സ്ഥലത്ത് അങ്ങനെ പറയാറില്ല. നമ്മൾ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന സ്ഥലത്തൂടെ പോയി അല്ലെങ്കിൽ ഇന്ന സ്ഥലം കഴിഞ്ഞു എന്ന് പറയാൻ എന്താ പറയാ? പാസ്. വെരി ഗുഡ്. അപ്പോൾ പാസ് ചെയ്തു എന്നാ പറയാം അല്ലേ? ഞാൻ ചെറുവാടി പാസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയല്ല പറയാ. അപ്പോൾ ഹി ഹാസ് പാസ്ഡ്. V3 ആണ്. ഹി ഹാസ് പാസ്ഡ് ചെറുവാടി. ഹി ഹാസ് പാസ്ഡ് ചെറുവാടി. കണ്ടോ? ഹി ഹാസ് പാസ്ഡ് ചെറുവാടി. അപ്പോൾ അവൻ ചെറുവാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം, ആരാണ് ഇന്ന് ക്ലാസ്? ഇപ്പോൾ ക്ലാസ്സിന് വരികയാണ് നിങ്ങൾ. അപ്പോൾ അപ്പോൾ ചോദ്യം, ആരാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത് എന്നാണ് ചോദ്യം. ഇന്ന് ക്ലാസ് എടുക്കുന്നത് ആരാണ്? ഓക്കെ, ആരാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്? അപ്പോൾ ക്ലാസ് എടുക്കുന്നു. ഞാൻ ഒന്ന് അതിൻ്റെ നോക്കുക. ഹൂ ആണല്ലേ? ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഹൂ. അപ്പോൾ ഇവിടെ ഓക്സിലറി ഈസ് ആണ് അല്ലേ? ക്ലാസ് എടുക്കുകയാണ്. ആരാ എടുക്കുന്നത്? ആരെടുക്കുക ക്ലാസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈസ് ആണ് ഓക്സിലറി. ഇന്ന ആളാണ്. ആരാണ് ക്ലാസ് അങ്ങനെയല്ല ചോദ്യം. ആരാണ് ക്ലാസ് എടുക്കുന്നത്? ഇന്ന ആളാണ് ക്ലാസ് എടുക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക്. അപ്പോൾ ഹൂ ഈസ്. ഓക്കെ, ഹൂ ഈസ്. അപ്പോൾ ഇവിടെ ഈ ടുഡേ എന്നുള്ളത് നമുക്ക്, ഇന്ന് എന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ വേർബ് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? വേർബിൻ്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഇന്ന് കൊടുക്കുന്നത്. മലയാളം ഇംഗ്ലീഷും തമ്മിലൊരു വ്യത്യാസമാണ്. മലയാളത്തിലുള്ള ഓർഡറിലല്ല ഇംഗ്ലീഷ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലാതെ നമ്മൾ അടുത്ത വേർബ് ഫ്രേസിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതുകൂടെ പറയും. അപ്പോൾ ഹൂ ഈസ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ വേർബും ഉപയോഗിക്കുക. ഈസ് ആണ് ഓക്സിലറി. വേർബ് ക്ലാസ് എടുക്കുക എന്നുള്ളതിന് ടേക്കിംഗ് അല്ലെ ടീച്ചിങ് അല്ലേ? ഓക്കെ, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുക അങ്ങനെ തന്നെ പറയുകയാണെങ്കിൽ
ടേക്കിംഗ് എന്ന് പറയാം, എടുക്കുന്നത് എന്ത് ക്ലാസ്, എന്നിട്ട് ഇന്ന് കണ്ട ഹൂ ഈസ് ടേക്കിംഗ് ക്ലാസ് ടുഡേ, ഹൂ ഈസ് ടേക്കിംഗ് ക്ലാസ് ടുഡേ, അല്ലെങ്കിൽ ഹൂ ഈസ് ടീച്ചിങ് ടുഡേ. അപ്പോൾ ആരാണെന്ന് ക്ലാസ് എടുക്കുന്നത്? അതിൻ്റെ നേരെ ആൻസർ എന്താണ്? അശോക് സാർ ആണെന്ന് ക്ലാസ് എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാം, അശോക് സാർ ആണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത് എന്ന് പറഞ്ഞേ. ആരാണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ളത് ഹൂ ഈസ് ടേക്കിംഗ് ക്ലാസ് ടുഡേ. അപ്പോൾ ആൻസർ അശോക് സാർ ആണെന്ന് ക്ലാസ് എടുക്കുന്നത്. എങ്ങനെ പറയും? പെട്ടെന്ന് പറഞ്ഞോളൂ. Ashok sir is teaching today. വെരി ഗുഡ്. അശോക് സാർ ഈസ് ടീച്ചിങ് ടുഡേ, അല്ലെങ്കിൽ ടേക്കിംഗ് ക്ലാസ് ടുഡേ. ഓക്കെ, അശോക് സാർ ഈസ് ടേക്കിംഗ് ക്ലാസ് ടുഡേ. അപ്പോൾ അതേപോലത്തെ വേറെ സാധനം, സാറ് തയ്യാറെടുക്കുകയാണ് ക്ലാസ്സിന് വേണ്ടിയിട്ട്. എന്ത് ചെയ്യാണ്? സാർ ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞോളൂ, എന്താണ് തയ്യാറെടുക്കുക എന്നുള്ളതിന് വാക്ക് നിങ്ങൾക്ക് അറിയാലോ. എന്താണ് തയ്യാറെടുക്കുക എന്നുള്ളതിന് വാക്കെന്താ? അറിയുന്ന ആൾക്കാർ പറയാം. പ്രിപ്പയർ. വെരി ഗുഡ്. അപ്പൊ എന്താണ് പറയാ? സാറ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അറിയുന്ന ആൾക്കാർ പെട്ടെന്ന് പറഞ്ഞോളൂ. Sir was preparing. തയ്യാറെടുക്കുകയാണ്. Sir is preparing. അപ്പൊ മനസ്സിലാക്കണം. അപ്പോൾ ആണെന്നാണ്, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രസന്റ് ആണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പൊ എന്താണ്? ഈസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സർ ഈസ് പ്രിപ്പയർ. ഈസിന്റെ കൂടെ എന്താണ്? ING ഫോം ആണ്. അപ്പോൾ സാർ ഈസ് പ്രിപ്പയറിങ്. സാർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ചോദ്യം ചെയ്തതുപോലുള്ളൊരു കുറച്ച് മുമ്പ് നമ്മൾ ചെയ്ത, നീ അസൈൻമെന്റ് ചെയ്തോ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അസൈൻമെന്റ് ചെയ്തോ ചോദിക്കൂലേ? അസൈൻമെന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇത് yes or no question ആണ് അല്ലേ? Have you done assignment? അപ്പൊ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ ഹാസോ ഹാവോ ആണ്. ഇവിടെ നീ ആയതുകൊണ്ട് യു ആണ്. അപ്പൊ എന്താണ്? ഹാവ് ആണ്. ഹാവ് എന്നിട്ട് ഹാവ് യു അസൈൻമെന്റ് ചെയ്യുക. ഡു എന്നുള്ളതാണ് അവിടുത്തെ വേർബ് അല്ലേ? ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഡു ആണ്. ഡുവിന്റെ V3 ആണ് യൂസ് ചെയ്യേണ്ടത്. ഡു, ഡിഡ്, ഡൺ ആണ് V3 അല്ലേ? ഡൺ. ഹാവ് യു ഡൺ ദ assignment? Have you done the assignment? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞില്ലേ, അതാണിത്. ഹാവ് യു ഡൺ ദ അസൈൻമെന്റ്? ഞാൻ ചെയ്തു. പക്ഷേ അമിത് ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ ചെയ്തു അങ്ങനെ പറയും. ഞാൻ ചെയ്തു അങ്ങനെ പറയും. നീ ചെയ്തോ എന്നുള്ളത് ഹാവ് യു ഡൺ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ ചെയ്തു എന്നുള്ളതിന് എങ്ങനെ പറയും? പറയൂ. എങ്ങനെ? I have done. I have done. ഓക്കെ, I have done. പക്ഷേ അമിത ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തു. I have done. പക്ഷെ അമിത ചെയ്തിട്ടില്ല. എങ്ങനെ പറയും? But Amida have not done. അമിത പറയൂ. പറയുന്നില്ല. വേറെ ആരും മിണ്ടുന്നില്ലല്ലോ. ആരപ്പ പറയുന്നത്? നെഹറിനാണ്. ആരാ പറയുന്നത്? ആരാ കേൾക്കുന്നില്ല? അമിത has not done. Has not done. ഓക്കെ, അമിത ഹാസ് നോട്ട് ഡൺ ആണ്. കാരണം എന്താ? അമിതയാണ്. നേരത്തെ ഐ എന്ന് പറയുമ്പോൾ നമുക്ക് ഹാവ് എന്ന് ഉപയോഗിച്ചാൽ മതി. ഇവിടെ അമിത ആയതുകൊണ്ട് എന്താണ്? ഹാസ് എന്ന് ഉപയോഗിക്കണം. ബട്ട് അമിത ഹാസ് നോട്ട് ഡൺ. ഓക്കെ, സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെ ആൻസർ പറയുന്ന സമയത്ത് ഈ വേർബിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാറില്ല. ഇത് പഠിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പഠിക്കുന്നു. സോ സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യാറില്ല അല്ലേ? ബട്ട് അമിത ഹാസ് നോട്ട് എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഹാസിൻഡ്. ചുരുക്കി പറയുകയാണെങ്കിൽ എന്ത് പറയും? അമിത ഹാസിൻഡ് ഡൺ. ബട്ട് അമിത ഹാസിൻഡ്. ഐ ഹാവ് ഡൺ ബട്ട് അമിത ഹാസിൻഡ്. അത്ര പറഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഈ ഡൺ എന്നുള്ളത് പറയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യും? അവിടെ മനസ്സിലാവും. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഷോർട്ട് ആൻസർ എന്ന് പറയുന്നത്. ഷോർട്ടായിട്ട് ആൻസർ ചെയ്യുമ്പോൾ അങ്ങനെ പറയാം. അടുത്തത്, സാർ നിന്നെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ പറയില്ല, സാർ എന്നെ വിളിക്കുന്നുണ്ട്. എങ്ങനെ പറയും?
ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? അതിന് ഓക്സിലറി വേർബ് ഏതാ? ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഓക്സിലറി വേർബ് ഏതായിരുന്നു? ഓക്കെ. അപ്പോൾ സാർ അല്ലേ? പറഞ്ഞോളൂ. ഈസ് വിളിക്കാം. കോളിംഗ്. സാർ ഇസ് കോളിംഗ് യു. സാർ ഇസ് കോളിംഗ് യു. ഓക്കെ, സാർ ഇസ് കോളിംഗ് യു. അപ്പോൾ ചോദിക്കുകയാണ്, അദ്ദേഹം എന്തിനാണ് എന്നെ വിളിക്കുന്നത്? പേടിയായി അല്ലേ? പേടിയായി നമുക്ക്. അദ്ദേഹം എന്തിനാണ് എന്നെ വിളിക്കുന്നത്? സാറ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, എന്തിനാണ് വിളിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് അവിടെ ആഡ് ചെയ്യേണ്ടത്. എന്താണ് എന്തിനാണെന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഏതാ? പറഞ്ഞോളൂ. വൈ. വൈ. വൈ Is he very good. Why is he calling me? Why is he calling me? Why is he calling me? അയാൾ എന്തിനാ എന്നെ വിളിക്കുന്നത്? ഓക്കെ, അപ്പോൾ എന്നെയാണ്. അപ്പോൾ മറ്റാൾ പറയാണ് നിന്നെ വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫോണ് പ്രവർത്തിക്കുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല എന്നാണ്. എൻ്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. എങ്ങനെ പറയും? My phone is not working. My phone is not working അല്ലേ? വർക്ക് ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ ഈസ് ആണ്. ഫോൺ ഈസ് നോട്ട് ing ഫോം വർക്കിംഗ്. മൈ ഫോൺ ഇസ് നോട്ട് വർക്കിംഗ്. ഓക്കെ, അപ്പോൾ ചോദ്യമാണ്, നീ അത് നന്നാക്കിയില്ലേ എന്ന് ഒരുമിച്ചാണ് വരേണ്ടത്. ടൈപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ആയതാണ്. നീ അത് നന്നാക്കിയില്ലേ അങ്ങനെ ചോദിക്കില്ല നമ്മൾ. ഇത് നന്നാക്കിയില്ലേ? അപ്പോൾ ഓക്സിലറി ഏതാ? ഒരു കാര്യം ചെയ്തില്ലേ? നമ്മൾ നേരത്തെ ഒക്കെ ചോദിച്ചില്ലേ ഒരു കാര്യം ചെയ്തില്ലേ എന്ന് ചോദിക്കാൻ? ഹാവ്. ഓക്കെ, ചെയ്തില്ലേ എന്ന് ചോദിക്കാൻ ഹാവ് ആണ്. ഇവിടെ നീ ആയതുകൊണ്ട് ഹാവ് ആണ്. അപ്പോൾ ഹാവ് ചോദ്യമാണ് അല്ലേ? അപ്പോൾ ഹാവ് തുടങ്ങണം. എന്നിട്ട് നീ ഹാവ് യു നോട്ട്, അല്ലെങ്കിൽ ഈ നോട്ടിന് നമുക്ക് എന്ത് ചെയ്യാം? ഹാവിൻ്റെ കൂടെ ഷോർട്ടായിട്ടും ഉപയോഗിക്കാം. ഹാവിൻറ്റ് യു. അപ്പോൾ ഹാവിൻറ്റ് യു നന്നാക്കുക എന്നുള്ളത് എന്താണ് ഇംഗ്ലീഷിൽ? സാധനം കേട് നന്നാക്കണേന് എന്താ പറയുക? വെരി ഗുഡ്, റിപ്പയർ. ഹാവിൻറ്റ് യു റിപ്പയർഡ് ഇറ്റ്? അത് നന്നാക്കിയില്ലേ? ഹാവിൻറ്റ് യു റിപ്പയർഡ് ഇറ്റ്? അപ്പോൾ പറയാണ് ഞാൻ ആ കടയിൽ കൊടുത്തിട്ടുണ്ട്, ഞാനത് കടയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചോദ്യം ചെയ്തിട്ടില്ലേ എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഞാൻ കടയിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയണത്. ഓക്സിലറി എന്ത് തന്നെയാണ്? പറയൂ. ഹാവൻ. അപ്പോൾ ഇവിടെ ഞാനാണ്, ഐ ആണ് അല്ലേ? അപ്പോൾ ഐ ഹാവ്. അതിൻ്റെ കൂടെ വേർബ് ഏതാണ്? കൊടുക്കുക എന്നുള്ളതിന് എന്താ വേർബ്? കൊടുക്കുക. ഗിവ്. അപ്പോൾ ഗിവിന്റെ ഏത് ഫോം ഉപയോഗിക്കണം? ഹാവിന്റെ കൂടെ V3 അല്ലേ? ഹാവിന്റെ കൂടെ എപ്പോഴും V3 ഉപയോഗിക്കണം. അപ്പോൾ ഗിവ്ഡ്. അപ്പോൾ ഗിവ്, ഗേവ്, ഗിവൺ അങ്ങനെ പറയാം. എന്താ പറയാ? ഗിവ്, ഗേവ്, ഗിവൺ. അപ്പോൾ ഐ ഹാവ് ഗിവൺ ഇറ്റ് ടു ദ ഷോപ്പ്. ഞാൻ ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്ക്, അത് വാങ്ങാൻ നീ എപ്പോഴാണ് പോകുന്നത്? അതാ ചോദ്യം. അപ്പോൾ അടുത്തത്, നീ എപ്പോഴാണ് പോകുന്നത്? When പോവാണെന്ന് എങ്ങനെ പറയാ? ഗോയിങ് മാത്രമായിട്ട് പോവാണെന്ന് മീനിങ് കിട്ടുമോ? ഈസോ ആറോ ആമോ അല്ലേ? ഇവിടെ ഏത് ഉപയോഗിക്കാം? അപ്പൊ നീ എന്നാകുമ്പോ യു എന്നാണല്ലേ നമുക്ക് പ്രയോഗിക്കേണ്ടത് ഇവിടെ. അപ്പൊ എന്താണ് ഈസിലോ ആറിലോ ആമിലോ ഏതാണ് യുവിന്റെ കൂടെ? അപ്പൊ വെൻ ആർ യു അല്ലേ? യു ഗോയിങ്. വെൻ ആർ യു ഗോയിങ്? ഓക്കെ, അപ്പൊ എന്താ? വെൻ ആർ യു ഗോയിങ്? അപ്പൊ ആൻസർ എന്താ? വൈകുന്നേരം. എങ്ങനെ പറയാ? ഇൻ ദ ഈവനിങ്. വൈകുന്നേരം ഒരു കാര്യം ചെയ്യാന്നുള്ളത് എന്താ പറയാ? ഇൻ ദ ഈവനിങ്.
അപ്പം ചോദ്യം തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ്, നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? അപ്പോൾ നീ കൂടെ വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ചെയ്യാണ് എന്നൊക്കെ പറയാൻ ഉപയോഗിച്ച ഓക്സിലറി എന്തായിരുന്നു? ഇപ്പോൾ പറഞ്ഞു നമ്മൾ എന്താണ്? ഈസ് ഓർ ആം. അപ്പം നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്നാ ചോദ്യം. അപ്പോൾ ഓക്സിലറി ഏതാ? ഈസ് ആണോ, ആറാണോ, ആം ആണോ? നീ. ഓക്കെ, ഓക്കെ, നീ അല്ലേ? ആർ യു വെരി ഗുഡ്. കമ്മിങ് വിത്ത് മീ. ആർ യു കമ്മിങ് വിത്ത് മീ? അപ്പോൾ ആൻസർ അതെ, ഞാൻ വരുന്നുണ്ട്. സിമ്പിൾ, പറഞ്ഞോളൂ. യെസ്. Yes, I am coming. I am coming. Sorry, പോയിമിങ് ആയിപ്പോയി. യെസ് ഐ ആം കമ്മിങ്. കണ്ടോ? യെസ് ഐ ആം കമ്മിങ്, ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ചോദ്യം, നീ എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ? അച്ഛൻ ചീത്ത അറിയില്ല, അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പോണ വിവരം? പറഞ്ഞോളൂ. അപ്പോൾ പറഞ്ഞിട്ടുണ്ടോ? ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ചാണ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. എന്തായിരുന്നു ഓക്സിലറി? Have. ഹാവ് യു അല്ലേ? ഹാവ് യു. പറയാ. Ask. ഓക്കെ, ആസ്റ്റ് അല്ലെങ്കിൽ ടോൾഡ് അല്ലേ? ചോദിക്കുക എന്നാണ് ആസ്ക് നമ്മൾ സാറിന് പറയാം. അപ്പോൾ പറയാന്നുള്ളതിന് ടെല്ലാണ്. ടെൽ എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ രൂപം എന്താണ്? ടെൽ, ടോൾഡ്. ടെൽ, ടോൾഡ്. അപ്പോൾ സേ എന്നാണെങ്കിൽ സേ, സെഡ്. ആസ്ക് ആണെങ്കിൽ ആസ്ഡ്. ഈ ആസ്ഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് ആസ്ക്ഡ് എന്നൊന്നും പറയരുത് കേട്ടോ. ആസ്ക്ഡ് എന്നൊക്കെ പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടോൾഡ്. ഹാവ് യു ടോൾഡ് ആരോട്? യുവർ ഫാദർ. ഹാവ് യു ടോൾഡ് യുവർ ഫാദർ? അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഹാവ് യു ആസ്ക്ഡ് യുവർ ഫാദർ? അച്ഛനോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താണ്? നോ. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോളൂ. I have told to mother. I have told my mother. അവിടെ ടൂവിൻ്റെ ആവശ്യമില്ല. നമ്മൾ മലയാളത്തിൽ പറയുന്ന സമയത്ത് അമ്മയോട് എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ ഓടുണ്ടെങ്കിലും ഇംഗ്ലീഷിൽ ടോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം ആളെ പേര് പറഞ്ഞാൽ തന്നെ മതി, ആളെ പറഞ്ഞാൽ മതി. ടോൾഡ് മൈ മദർ, ടോൾഡ് ടു എന്ന് പറയേണ്ട ആവശ്യമില്ല. ടോൾഡ് എന്ന് പറഞ്ഞാൽ തന്നെ അതിലൊരു ടു ഉള്ളിലുണ്ട്. പക്ഷേ സേ എന്ന് പറയുന്ന സമയത്ത് എന്ത് പറയണം? ടു പറയണം. ഐ സെഡ് മൈ മദർ എന്നല്ല, ഐ സെഡ് ടു മൈ മദർ എന്ന് പറയണം. ടോൾഡ് എന്ന് പറഞ്ഞാൽ അത് ഈ ടു അതിനകത്ത് തന്നെ വന്നു, ടോൾഡ്. പിന്നെ ടു മൈ മദർ എന്ന് പറയേണ്ട ആവശ്യമില്ല, ഐ ടോൾഡ് മൈ മദർ. കൂട്ടത്തിലൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. സാധാരണ എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണ്. നോ, ഐ ഹാവ് ടോൾഡ് മൈ മദർ. ഇത്രയും മീനിങ്ങുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. ഇപ്പോൾ ഏകദേശം ഒരു ധാരണ ഓർമ്മ വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഒന്ന് തന്നെ പല രീതിയിൽ പറഞ്ഞ് പരിശീലിക്കണം. അത് നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പറയാൻ എനിക്കറിയാം. പക്ഷേ ആ ബുദ്ധിമുട്ട് നിങ്ങൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ അടുത്ത ഓക്സിലറി വേർബ് പഠിക്കാം. ഹാസ്, ഹാവ്, ഇതാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അടുത്ത ഓക്സിലറി എന്താണ്? ഹാഡാണ്. അടുത്ത ഓക്സിലറി ഹാഡാണ്. ഹാഡ് എന്ന് പറഞ്ഞ മീനിങ് ഉണ്ടായിരുന്നു എന്നാണ്. ഹാഡ് എന്ന് മാത്രം പ്രയോഗിക്കുകയാണെങ്കിൽ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഓർമ്മിക്കുക. ഈ പ്രൈമറി ഓക്സിലറി വേർബ്, അതായത് ഈസ്, ആർ, ആം, വാസ്, വേർ, ഹാസ്, ഹാവ്, പിന്നെ ഹാഡ്, ഡു, ഡസ്, ഡിഡ്, ഇത്രയാണ് പ്രൈമറി ഓക്സിലറി വേർബുകളാണ് നമുക്ക് പഠിച്ചത്. ഇതൊക്കെ എന്തായിട്ട് ഉപയോഗിക്കും? സ്വന്തമായിട്ടും വരും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് ഒരു വേർബിൻ്റെ കൂടെ അല്ലാതെ സ്വന്തമായിട്ടും വരും. അപ്പോൾ ഹാഡ് സ്വന്തമായിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ മീനിങ് ഉണ്ടായിരുന്നു എന്നാണ്. ഉണ്ടായിരുന്നു. അപ്പോൾ ഹാഡ് ഓക്സിലറി വേർബായിട്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ മെയിൻ വേർബ് വരുന്നത് എന്തായിരിക്കും? V3 ആയിരിക്കും. അപ്പോൾ ഹാസ്, ഹാവ്, ഹാഡ് ഇത് മൂന്നിൻ്റെയും കൂടെ എന്ത് തന്നെയാണ് വരിക? V3 ആണ് വരിക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് പ്രയോഗിക്കുന്ന സമയത്ത് ഇനി V3 അല്ലാതെ എൻ്റെ കൂടെ പ്രയോഗിക്കരുത്. അപ്പോൾ ഹാസ്, ഹാവ്, ഹാഡിൻ്റെ കൂടെ V3. അപ്പോൾ ഹാഡ് V3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള മീനിങ് ആയി. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഹി ഹാഡ് എ കാർ. അപ്പോൾ ഹാഡ് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ഉണ്ടായിരുന്നു ജസ്റ്റ് മീനിങ് വെച്ചാൽ മതി.
ഹി ഹാഡ് എ കാർ. ഹാസ് എന്ന് പറയുന്ന പോലെ തന്നെ, ഹാസ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ്. ഇവിടെ ഹാഡ് എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നു എന്നായി. ഇപ്പല്ല, അതിൻ്റെ അർത്ഥം അതാണ്, ഇപ്പല്ല, പണ്ടുണ്ടായിരുന്നു. ഹി ഹാഡ് എ കാർ, അവനൊരു കാർ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ല. പിന്നെ ഐ ഹാഡ് എ ബൈക്ക്. ഐ ഹാഡ് എ ബൈക്ക്. ഇവിടെ ഹാഡ് തന്നെ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ കൺഫ്യൂഷൻ ഇല്ല. അതായത് ഒരാളാണെങ്കിൽ എന്താണ്, ഒന്നിലധികം ആൾക്കാർ, സിംഗുലർ പ്ലൂറൽ എന്നുള്ള കൺഫ്യൂഷൻ ഇവിടെ ഇല്ല. ഹാഡ് തന്നെ ഉള്ളൂ. സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഐ ആണെങ്കിലും യു ആണെങ്കിലും എന്താണെങ്കിലും എന്ത് തന്നെയാണ്, ഹാഡ് എന്ന് തന്നെ പ്രയോഗിച്ചാൽ മതി. അപ്പോൾ ഹി ഹാഡ് എ കാർ, ഐ ഹാഡ് എ ബൈക്ക്. ഇനി വേർബിൻ്റെ കൂടെ വരുന്ന സമയത്ത് ദ ബോയ് ഹാഡ് ഗോൺ. കണ്ടോ, ഹാഡ് ഗോൺ. അപ്പോൾ ഹാഡ് ഗോൺ എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഇവിടെ പോയിട്ടുണ്ടായിരുന്നു എന്നാണ്. മനസ്സിലായില്ലേ? ഹാഡ് ഗോ എന്ന് പറഞ്ഞാൽ പോവാന്നാണ്. ഹാഡ് ഗോൺ V3 ആണ് അതിൻ്റെ ഉപയോഗിക്കുന്നത്. ഹാഡ് ഗോൺ, പോയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ എപ്പോഴാണ് പറയാ? നമ്മളിങ്ങനെ എടാ ഞാൻ എന്നിട്ട് ഒരു സംഭവം പറയാമെന്ന് വിചാരിച്ചു. ഞാൻ അവിടെ ഇങ്ങനെ പിന്നെ ഓനെ കാണാൻ വേണ്ടി അവിടെ ചെന്നു, പക്ഷേ അപ്പോഴത്തേക്ക് അവൻ പോയിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നു അല്ലേ, പക്ഷേ അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, അതിന് മുമ്പേ അവൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ കഴിഞ്ഞു പോയൊരു സംഭവം പറയാനാണ് എന്ത് പറയാ, ഹാഡ് V3 ഉപയോഗിക്കുക, ഹാഡ് ഗോൺ. അടുത്ത നോക്ക്, നമ്മളൊരു സംഭവം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ. അതായത് ഞാനിങ്ങനെ അവരെ പറ്റി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മറ്റവനോട് പറഞ്ഞു കൊടുത്തു. ഞാൻ വിചാരിച്ചത് അവരിങ്ങനെ ഉറങ്ങുകയാണ്, അവർ ഉറങ്ങിക്കിടക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷേ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്, അവർ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ദേ ഹാഡ് നോട്ട് സ്ലെപ്റ്റ്. കണ്ടോ, ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാനാണെങ്കിൽ ദേ ഹാഡ് സ്ലെപ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നോട്ട് വരും. അപ്പോൾ ദേ ഹാഡ് നോട്ട് സ്ലെപ്റ്റ്, ദേ ഹാഡൻറ്റ് സ്ലെപ്റ്റ്. ചുരുക്കി പറയുമ്പോൾ ദേ ഹാഡൻറ്റ് സ്ലെപ്റ്റ്. കണ്ടോ, ദേ ഹാഡ് നോട്ട് സ്ലെപ്റ്റ്, ദേ ഹാഡൻറ്റ് സ്ലെപ്റ്റ്. ഇനി അതുപോലെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് പറഞ്ഞൂടെ? ഞാൻ പറയാം. ഓക്കെ, ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു എന്നങ്ങനെ പറയാം. നമ്മളങ്ങനെ പറയില്ല. നമ്മൾ ചില സമയത്ത് ട്രെയിൻ ഞാൻ ഓടിപ്പാഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലെത്തി, പക്ഷേ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു എന്നങ്ങനെ പറയും. Train had gone. The train had gone. നമ്മൾ സാധാരണ ഗതിയിൽ ട്രെയിന് പോകുന്നത് നമ്മൾ ലീവ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുക. അപ്പോൾ എന്ത് പറയും? ട്രെയിൻ പോവുക എന്നുള്ള അർത്ഥത്തിൽ ലീവാണ് ഉപയോഗിക്കുക. ലീവ്, ലെഫ്റ്റ്, ലെഫ്റ്റ്. ഓക്കെ, the train had left. The train had left. Okay, the train had left. ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ഗോൺ എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല കേട്ടോ. ദ ട്രെയിൻ ഹാഡ് ഗോൺ. പക്ഷെ നമ്മൾ സാധാരണ ഇതിൽ നമ്മൾ അങ്ങനെയാണല്ലോ, ഓരോ സംഗതിക്ക് അതിൻ്റേതായിട്ടുള്ള വേർബുകൾ ഉപയോഗിച്ച് ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്, പോയിട്ടുണ്ടായിരുന്നു, വിട്ടു പോവുക എന്നുള്ള അർത്ഥത്തിൽ. ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയും? ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. The class had started. The class had started. The class had started. ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു കാര്യം ബെല്ലടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് പറയും. ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പറയും. ദ ബെൽ അടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്സിലറി Had gone. വെരി ഗുഡ്. ദ ബെൽ ഹാഡ് ഗോൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ബെൽ ഹാഡ് റങ് എന്നാണ് പറയാ. ദ ബെൽ ഹാഡ് റങ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ റങ്ങിന് പകരം ഇംഗ്ലീഷുകാർ സാധാരണ എന്താ ഉപയോഗിക്കുക? നമ്മൾ പറഞ്ഞു ഗോൺ എന്നാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. ദ ബെൽ ഹാഡ് ഗോൺ. ഗോ, വെന്റ്, ഗോൺ, മൂന്നാമത്തെ രൂപം. ഓക്കെ, ദ ബെൽ ഹാഡ് ഗോൺ.
മാച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മാച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ തപ്പി പിടിച്ച് ടിക്കറ്റ് എടുത്ത് സ്റ്റേഡിയത്തിൽ എത്തിയപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? സംഭവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മാച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ദ മാച്ച് ഹാഡ് ആ എങ്ങനെ ഫിനിഷ്ഡ് അല്ലെങ്കിൽ എൻഡഡ് അല്ലേ? ദ മാച്ച് ഹാഡ് എൻഡഡ് അല്ലെങ്കിൽ ദ മാച്ച് ഹാഡ് ഫിനിഷ്ഡ്. ഓക്കെ. പിന്നെ അടുത്തൊരു എക്സാമ്പിള്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനോട്. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അവൻ കേട്ടില്ല. ആ പറഞ്ഞു. പറയൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. I had told. I had told Him. ഹിം എന്ന് പറഞ്ഞാൽ മതി അല്ലേ? കാരണം ടോൾഡ് എന്ന് പറയുമ്പോൾ ടുവിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഐ ഹാഡ് ടോൾഡ് ഹിം. ഐ ഹാഡ് ടോൾഡ് ഹിം. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. He had called me. He had called me. He had called me. അപ്പോൾ ഇതാണ് പോസിറ്റീവ്. ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് സെൻറ്റൻസുകൾ ഇപ്പോൾ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയും? The train hadn't left അല്ലേ? ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പറയും. The class had not started അല്ലെങ്കിൽ the class hadn't started. ബെൽ അടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയും? The bell had not gone. അപ്പോൾ the മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എങ്ങനെ പറയും? The match had not ended അല്ലേ? ഞാൻ അവനോട് പറഞ്ഞിട്ടില്ലായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. I hadn't told him. ഓക്കെ. അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്ങനെ പറയും? He hadn't called me. അവൻ വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ വിളിക്കാതെ ചെന്നതാണ്. ഓക്കെ. ഇനി അതിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ട്രെയിൻ പോയിരുന്നോ എന്നെങ്ങനെ ചോദിക്കും? പോയിരുന്നു ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്നാണ് അല്ലേ? ഇനി നോട്ടൊക്കെ ഒഴിവാക്കാം, നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. Had the train left? വെരി ഗുഡ്. ആണ് had the train left. Had the train left. Had the train left. അപ്പോൾ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നില്ലേന്നോ ആണെങ്കിലോ? ഉണ്ടോന്നല്ല, ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഹാഡിന്റെ കൂടെ hadn't the train left നമ്മൾ ചോദിക്കില്ല. ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അവിടെ പോയപ്പോൾ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ പറഞ്ഞ മാതിരി തന്നെ hadn't the train left. ഓക്കെ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നെങ്ങനെ ചോദിക്കും? Had the class started? Had the class started. Had the class started. അപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നെങ്ങനെ ആവും? Hadn't the class started അല്ലേ? Hadn't the class started. ബെൽ അടിച്ചിട്ടുണ്ടായിരുന്നോ? Had the bell gone? Had the bell gone. Had the bell gone. ബെൽ അടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണെങ്കിൽ പറഞ്ഞോളൂ. Hadn't the bell gone. മാച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ? Had the match ended? Had match Ended. ഞാനൊരു ക്ലാസ്സിലാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാം. ആ
ഓക്കെ 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 ശരി ശരി. ഓക്കെ സോറി. അപ്പോൾ നീ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നാണ് ചോദ്യം. നീ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? Had you told him? Had you told him? Had you told him? പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണെങ്കിൽ hadn't you told him? Had you not told him അല്ലെങ്കിൽ hadn't you told him? ഓക്കെ, ക്ലിയർ ആണല്ലോ. had പ്ലസ് V3 റെഡി അല്ലേ? ആണെങ്കിലാണെന്ന് പറയൂ, കൂടുതൽ. ഓക്കെ ഓക്കെ, നമ്മൾ അടുത്ത ഓക്സിലറി വെർബ് കൂടി പഠിക്കാം. പ്രധാനപ്പെട്ട മറ്റൊരു സാധനമാണ് വരാൻ പോകുന്നത്. ഡു ഡസ്. ഡു അല്ലെങ്കിൽ ഡസ് അർത്ഥം എന്താണ്? ഒരു കാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട്. ഓക്കെ, ഒരു കാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട്. ആരോ ഒരാളെ മൈക്ക് ഓണാണ്, സൗണ്ട് വരുന്നുണ്ടല്ലോ. ആരായിരിക്കും അത്? എൻ്റെ തന്നെയാണോ? ഓഫായി. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഡു ഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചെയ്യുന്നു, ചെയ്യാറുണ്ട്. ഒരു കാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിങ്ങനെ പറയും അല്ലേ? അങ്ങനെ ചെയ്യാറുണ്ട്, ഇങ്ങനെ ചെയ്യാറുണ്ട്, അങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ആവുന്നു, ഇങ്ങനെ ആവുന്നു അല്ലേ? സാധാരണ അങ്ങനെ ആവുന്നു, ഇങ്ങനെ ആവുന്നു ഒക്കെ പറയാറുണ്ട്. അതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ട വേർബ് ഫോം എന്താണ്? V1 ആണ്. അപ്പോൾ നമ്മൾ 5 ഫോമുള്ള വേർബിൽ 2 ഫോമുകളെ ഇപ്പോൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലേ? ഏതൊക്കെയാണ്? ഒന്ന് ING ഫോമും ഒന്ന് V3 ഫോം. ING ഫോം ഈസ്, ആർ, ആം, വാസ്, വർ. ഈ 5 എണ്ണത്തിൻ്റെ കൂടെ വരുന്നത് ING ഫോമാണ്. ഹാസ്, ഹാവ്, ഹാഡ് ഈ 3 ഓക്സിലറി വെർബിൻ്റെ കൂടെ വരുന്നത് V3 ആണ്. ഇനി അതൊക്കെ ബാക്കിയുണ്ട്. V1 ബാക്കിയുണ്ട്, V2 ബാക്കിയുണ്ട്, S ഫോമും ബാക്കിയുണ്ട്. അതിൽ V1ഉം S ഫോമും നമ്മൾ ഇന്ന് കവർ ചെയ്യും. അതായത് ഡൂവിൻ്റെ കൂടെ വരേണ്ടത് എന്താണ്? അതുപോലെ ഡസിൻ്റെ കൂടെയും വരേണ്ടത് V1 ആണ്. പക്ഷെ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ഓക്സിലറി വേർബിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാവാറുള്ള ഒരു ഓക്സിലറി വേർബുകളാണ് ഈ 3 എണ്ണം. ഡു, ഡസും പിന്നെ ഡിഡും. അതിലേറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവുക ഡു ഡസിൻ്റെ കാര്യത്തിലാണ്. ഇവിടെ ഡു പ്ലസ് V1 എന്ന് പറഞ്ഞാൽ നമ്മൾ V1 മാത്രമേ പറയേണ്ടതുള്ളൂ. ഡൂവും V1ഉം ഒരുമിച്ച് പറയേണ്ടത് ആവശ്യമില്ല. V1 മാത്രമേ പറയേണ്ട ആവശ്യം ഉള്ളൂ. അതേപോലെ ഡസിൻ്റെ കൂടെ V1 ഉപയോഗിക്കുമ്പോൾ ഡസ് പ്ലസ് V1 അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നേരെ S ഫോം ഉപയോഗിച്ചാൽ മതി. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കണ്ടോ? ഹീ ഡ്രിങ്ക്സ് ടീ എവറി മോർണിംഗ്. ഈ ബ്രാക്കറ്റ് ഉള്ളത് ഇപ്പോൾ നിങ്ങൾ വായിക്കണ്ട. ഹീ ഡ്രിങ്ക്സ് ടീ എവറി മോർണിംഗ്. യഥാർത്ഥത്തിൽ അവിടെ വരുന്നത് എന്താണ്? ഹീ ഡസ് ഡ്രിങ്ക്. അപ്പോൾ ഡസ് ഓക്സിലറി വേർബായി, ഡ്രിങ്ക് മെയിൻ വേർബായി. അതാണ് ഡസ് ഡ്രിങ്ക് അല്ലേ? ഡസ് ഡ്രിങ്ക് എന്നുള്ളതിന് പകരം നമ്മൾ സാധാരണ എന്താ പറയുക? എസ് ഫോം യൂസ് ചെയ്താൽ മതി. ഡസ് ഡ്രിങ്ക് എന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ എന്ത് പറഞ്ഞാൽ മതി? ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഹീ ഡ്രിങ്ക്സ് ടീ എവറി മോർണിംഗ്. ഹീ ഡ്രിങ്ക്സ് ടീ എവറി മോർണിംഗ്. അപ്പോൾ ഡസ് ഡ്രിങ്ക് എന്ന് പറയേണ്ട സ്ഥാനത്താണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രിങ്ക്സ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. എന്ത് അവിടെ നമുക്ക് കേട്ടാൽ മനസ്സിലാവും. അവിടെ ഡസ് എന്നുള്ള ഓക്സിലറി ആണ് ഉള്ളത്. അതുകൊണ്ടാണ് അവിടെ എസ് ഫോം ഉപയോഗിക്കാൻ കാരണം മനസ്സിലാവും. ഡസ് ഡ്രിങ്ക് എന്ന് ഒരുമിച്ച് പറയേണ്ട ആവശ്യം ഇല്ല. അടുത്ത് നോക്കുക. ഷീ ഡാൻസസ് വെൽ. ഷീ ഡാൻസസ് വെൽ. ഈ ഡാൻസസ് എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താണ്? ഡസ് ഡാൻസ് ആണ്. ഡസ് എന്നുള്ള ഓക്സിലറിയും ഡാൻസ് എന്നുള്ള V1ഉം ചേർന്നതാണ് യഥാർത്ഥത്തിൽ എന്ത്? ഡാൻസസ് ആയി മാറിയത്. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ഡസ് ഡാൻസ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ എത്ര പറയുള്ളൂ? ഡാൻസസ് എന്നേ പറയുള്ളൂ. ഓക്കെ, അടുത്ത നോക്കുക. ദ ചിൽഡ്രൻ പ്ലേ ഫുട്ബോൾ എവറി ഡേ. ദ ചിൽഡ്രൻ പ്ലേ ഫുട്ബോൾ എവറി ഡേ. ഇവിടെ പ്ലേ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ എന്താണ്? ഡു പ്ലേ ആണ്. പക്ഷെ ഡു പ്ലേ എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്ത് പറഞ്ഞാൽ മതി? പ്ലേ എന്ന് മാത്രം പറഞ്ഞാൽ മതി. V1 മാത്രം പ്രയോഗിച്ചാൽ മതി. ദ ചിൽഡ്രൻ പ്ലേ ഫുട്ബോൾ എവറി ഡേ. അടുത്തത്, ഐ ഗോ ടു സ്കൂൾ ബൈ ബസ്. ഐ ഗോ ടു സ്കൂൾ ബൈ ബസ്.
അവിടെ ഐ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, ഗോ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഡു ഗോ എന്നാണ്. ഡു ഗോ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഐ ഗോ ടു സ്കൂൾ ബൈ ബസ് എന്ന് പറഞ്ഞാൽ മതി. അതേപോലെ വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, വാട്ടർ ബോയിൽസ് 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളക്കുന്നു. ഓക്കെ, അപ്പോൾ ബോയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഡസ് ബോയിൽ എന്നാണ്. പക്ഷേ ഡസ് ബോയിൽ എന്ന് പറയേണ്ട ആവശ്യമില്ല, ബോയിൽസ് എന്ന് പറഞ്ഞാൽ മതി. ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മനസ്സിലായി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ V1 അതുപോലെ എസ് ഫോം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു പ്ലസ് വേർബാണ്. എസ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസ് പ്ലസ് വേർബാണ്. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ V1 മാത്രമോ അല്ലെങ്കിൽ എസ് ഫോം മാത്രമായിട്ടോ യൂസ് ചെയ്യുന്നത്. അത് എവിടെയാണ് യൂസ് ചെയ്യുക? ഇങ്ങനെയുള്ള സെൻറ്റൻസുകളിൽ. അപ്പോൾ ഇതിൻ്റെ മീനിങ് നോക്കൂ നിങ്ങൾ. ഹീ ഡ്രിങ്ക്സ് ടീ എവറി ഡേ. നമ്മൾ പറഞ്ഞു അവൻ എവറി മോർണിംഗ് എല്ലാ ദിവസവും രാവിലെ ചായ കുടിക്കാറുണ്ട്. അവൻ്റെ ഒരു ശീലമാണ്. സാധാരണ സംഭവിക്കുന്ന ഹാബിച്വൽ ആക്ഷൻസ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. സാധാരണ സംഭവിക്കുന്ന, പതിവായി സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഈ ഒരു വേർബ് ഫോമിലൂടെ പറയാൻ ശ്രമിക്കുക. ഓക്കെ, ഷീ ഡാൻസസ് വെൽ. അവൾ നന്നായി ഡാൻസ് ചെയ്യുന്നു, നന്നായി ഡാൻസ് ചെയ്യാറുണ്ട് അല്ലേ? അവൾക്ക് നന്നായി ഡാൻസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. ദ ചിൽഡ്രൻ പ്ലേ ഫുട്ബോൾ എവറി ഡേ. എല്ലാ ദിവസവും കുട്ടികൾ ഫുട്ബോൾ കളിക്കാറുണ്ട്. കണ്ട, എല്ലാ ദിവസവും ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. ഐ ഗോ ടു സ്കൂൾ ബൈ ബസ്. ഞാൻ ബസ്സിലാണ് സ്കൂളിൽ പോവാറുള്ളത്. കണ്ടില്ലേ, ഒരു കാര്യം സാധാരണ ചെയ്യുന്ന കാര്യം, പോവാറുള്ളത് എന്നുള്ള അർത്ഥത്തിൽ. ഐ ഗോ ടു സ്കൂൾ ബൈ ബസ്, ഒരു ചെയ്യാറുള്ള ഒരു കാര്യം, സാധാരണ ചെയ്യാറുള്ള ഒരു കാര്യമാണ് പറയുന്നത്. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. വെള്ളം 100 ഡിഗ്രിയിൽ തിളക്കുന്നു എന്നുള്ളത് സാധാരണ ഒരു സത്യമാണ് അല്ലേ? നോർമലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഡസ്. ഇപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിളിൽ ഡസ് ഡ്രിങ്ക് എന്ന് പറയുന്നതിന് പകരം ഡ്രിങ്ക്സ് എന്നാണ് നമ്മൾ പ്രയോഗിക്കുക. ഡസ് ഡാൻസ് എന്നുള്ളതിന് പകരം നമ്മൾ ഡാൻസസ് എന്നാണ് പ്രയോഗിക്കുക. ഡു പ്ലേ എന്നുള്ളതിന് പകരം പ്ലേ എന്ന് മാത്രമാണ് പറയുക. പിന്നെ ഡു ഗോ എന്നുള്ളതിന് പകരം ഗോ എന്നാണ് പറയുക. ഡസ് ബോയിൽ എന്നുള്ളതിന് പകരം ബോയിൽസ് എന്നാണ് പറയുക. ഓക്കെ, ഇനി അടുത്ത സെറ്റ് ഓഫ് എക്സാമ്പിൾസ് നോക്കും. ഇത് ഈ ഒരു സന്ദർഭത്തിലാണ് നമുക്ക് ഇങ്ങനെ പ്രയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അടുത്തൊരു സന്ദർഭത്തിൽ ഓക്സിലറീനെ നമുക്ക് എന്ത് ചെയ്യാം? കാണും. കണ്ടോ, ഹി ഡസ് നോട്ട് ഡ്രിങ്ക് ടീ എവറി മോർണിംഗ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡസിനെയും കാണാം, ഡ്രിങ്കിനെയും കാണാം. ഹി ഡസ് നോട്ട് ഡ്രിങ്ക് ടീ എവറി മോർണിംഗ്. അപ്പോൾ എന്താ അവിടെ വ്യത്യാസം വന്നത്? ഈ ഡസിൻ്റെയും ഡ്രിങ്കിൻ്റെയും ഇടയ്ക്ക് എന്ത് വന്നു? ഒരു നോട്ട് കയറി വന്നു. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ രണ്ടും രണ്ടായിട്ട് തന്നെ നിൽക്കും. അടുത്തടുത്ത് നിൽക്കുമ്പോൾ മാത്രമേ എന്താവുള്ളൂ? അത് V1 അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ എസ് ഫോം ആയിട്ട് മാറുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോട്ടില്ല എന്ന് വിചാരിച്ചോ? ഹി ഡസ് ഡ്രിങ്ക് ടീ എവറി മോർണിംഗ് എന്നാണ് നേരത്തെ വന്നത് അല്ലേ? അതിന് പകരം നമ്മൾ എന്താ പറഞ്ഞത്? ഡസ് ഡ്രിങ്കിന് പകരം ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ ആണല്ലോ? ഹി ഡസ് നോട്ട് ഡ്രിങ്ക് ടീ എവറി മോർണിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു നോട്ട് ഉണ്ട്. അപ്പോൾ നോട്ട് നമ്മൾ എപ്പോഴും എന്തിൻ്റെ കൂടെ ചേർക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു കാര്യം ഇല്ല എന്ന് പറയണം, അല്ല എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നോട്ട് ചേർക്കണം. നോട്ട് നമ്മൾ എപ്പോഴും ഓക്സിലറി വേർബിൻ്റെ കൂടെയാണ് ചേർക്കേണ്ടത്. അപ്പോൾ നോട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഓക്സിലറി വേർബ് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓക്സിലറിനെയും വേർബിനെയും രണ്ടായിട്ട് തന്നെ നമ്മൾ എഴുതും. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹി ഡസ് നോട്ട്, ഡസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഡ്രിങ്ക്സ് എന്ന് രണ്ടാമത് വീണ്ടും പറയരുത്. ഡ്രിങ്ക് എന്ന് മാത്രമേ പറയുള്ളൂ, V1 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ റൂള് മനസ്സിലാക്കുക. ഈ ഡൂവിൻ്റെ കൂടെയും ഡസ്സിൻ്റെ കൂടെയും V1 ആണ് വരിക. എന്നുവെച്ചാൽ ഡൂ എന്നുണ്ട് ഡസ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന വേർബ് എപ്പോഴും V1 ആയിരിക്കും. പക്ഷേ രണ്ടും അടുത്തടുത്ത് വരുന്ന സമയത്ത് എന്താണ്? നമ്മൾ V1 മാത്രമോ, ഡസ്സിൻ്റെ വരുന്ന കേസിൽ എസ് ഫോം മാത്രമോ ആണ് പ്രയോഗിക്കുക. അടുത്തത് നോക്കുക നിങ്ങൾ. ഷീ ഡസൻറ്റ് ഡാൻസ് വെൽ. ഷീ ഡസൻറ്റ് ഡാൻസ് വെൽ. അവൾ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നില്ല എന്നാണ്. നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നില്ല. ഡാൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് എന്തായിരുന്നു? ഷീ ഡാൻസസ് വെൽ. പക്ഷേ നോട്ട് ചേർക്കണമെന്ന് നമുക്ക് ഓക്സിലറി വേറെ തന്നെ വേണം. അപ്പം എന്ത് ചെയ്തു? ഷീ ഡസൻറ്റ് ഡാൻസ് വെൽ. അടുത്തത് ദ ചിൽഡ്രൻ ഡു നോട്ട് പ്ലേ ഫുട്ബോൾ എവറി ഡേ, അല്ലെ ഡോണ്ട് പ്ലേ. കണ്ടോ, ഇവിടെ നോട്ട് വന്ന സമയത്ത് ഡൂ ഉണ്ട്, പ്ലേയും ഉണ്ട്. നോട്ട് ഇല്ലെങ്കിലോ നേരത്തെ പഠിച്ചതുപോലെ എന്താണ്? ദ ചിൽഡ്രൻ പ്ലേ എന്ന് മാത്രമേ. കണ്ടോ, ചിൽഡ്രൻ പ്ലേ ഫുട്ബോൾ എവറി ഡേ. അപ്പോൾ ഇവിടെ നോട്ട് ഉള്ളതുകൊണ്ട് ഡു നോട്ട് പ്ലേ. അപ്പോൾ പ്ലേ എന്നുള്ളതിന് നോട്ട് ചേർത്താൽ എന്തായി മാറും? ഡു നോട്ട് പ്ലേ എന്നായി മാറും. ഡ്രിങ്ക്സ് എന്നുള്ളതിന് നോട്ട് ചേർത്താൽ ഡസൻ ഡ്രിങ്ക് എന്നായി മാറും. ഓക്കെ, വ്യത്യാസം മനസ്സിലാക്കി.
ഇവിടെ ഐ ഡോണ്ട് ഗോ ടു സ്കൂൾ ബൈ ബസ്, ഐ ഗോ ടു സ്കൂൾ ബൈ ബസ് എന്നാണ് നേരത്തെ പറഞ്ഞത്. ഇവിടെ ഒരു നോട്ട് ചേർക്കുന്ന സമയത്ത് ഡു വേറെ തന്നെ വന്നു. ഐ ഡു നോട്ട് ഗോ അല്ലെങ്കിൽ ഡോണ്ട് ഗോ ടു സ്കൂൾ ബൈ ബസ്. വാട്ടർ ഡസ് നോട്ട് ബോയിൽ അറ്റ് 50 ഡിഗ്രി സെൽഷ്യസ്. 50 ഡിഗ്രി സെൽഷ്യസിൽ എന്താണ് വാട്ടർ ബോയിൽ ചെയ്യില്ല. അപ്പോൾ ഡസ് നോട്ട് വന്ന സമയത്ത് എന്താ ഇപ്പോൾ ഡസ് ബോയിൽ എന്ന് പറയുന്നതിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞത് വാട്ടർ ബോയിൽസ് എന്നാണ്. ഓക്കെ, ഇവിടെയോ നോട്ട് വന്ന സമയത്ത് ഡസ് നോട്ട് ബോയിൽ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്തും ഇതേപോലെ എന്ത് ചെയ്യും? എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഹി ഡ്രിങ്ക്സ് ടീ. ഹി ഡ്രിങ്ക്സ് ടീ എന്നാണ് ആദ്യം പറഞ്ഞത് അല്ലേ? നോട്ട് ആകുമ്പോഴോ ഹി ഡസ് നോട്ട് ഡ്രിങ്ക് ടീ. കണ്ടോ, ഹി ഡസ് നോട്ട് ഡ്രിങ്ക് ടീ. അപ്പോൾ ഹി ഡ്രിങ്ക്സ് ടീ എന്ന് പറഞ്ഞാൽ ചായ കുടിക്കാറുണ്ട്. ഹി ഡസ് നോട്ട് ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞാൽ ചായ കുടിക്കാറില്ല. ഇത് ചോദിക്കണം, ചായ കുടിക്കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ക്വസ്റ്റ്യൻ ആണ് സമയത്ത് നമുക്ക് ഓക്സിലറിനെ എടുത്ത് തുടക്കത്തിൽ വെക്കണം അല്ലേ? അപ്പോൾ എന്താണ് ഡസ്, ഓക്സിലറി അവിടെ വേണം. അപ്പോൾ എന്തായി ഡസ് ഹി ഡ്രിങ്ക് ടീ, ഡസ് ഹി ഡ്രിങ്ക് ടീ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, അവൻ ചായ കുടിക്കാറില്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ എന്ത് വരും? ഡസൻറ്റ് ഹി doesn't he drink tea? Okay, he drinks tea, he does not drink tea, does he drink tea, doesn't he drink tea. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഡ്രിങ്ക്സ് എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. ആക്ച്വലി ഇവിടെ ഡസ് ഡ്രിങ്ക് ആണ്. അപ്പോൾ ഡസ് ഡ്രിങ്ക് എന്ന് ഒരുമിച്ച് പറയുന്നതിന് പകരം നമ്മൾ ഡ്രിങ്ക്സ് എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. ഒരുമിച്ചല്ലാതെ പറയുന്ന സന്ദർഭങ്ങളിൽ അവിടെയൊക്കെ ഡസ് വേറെ ഉണ്ട്. ഇവിടെ കണ്ടോ ഡസ് ഉണ്ട്, അതേപോലെ ഒന്നുണ്ട് ഡ്രിങ്കും ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഡസ് ഉണ്ട്, ഡ്രിങ്ക് ഉണ്ട്. ഇവിടെയും ഡസ് ഉണ്ട്, ഡ്രിങ്ക് ഉണ്ട്. അപ്പോൾ സാധാരണ സെൻറ്റൻസുകൾ, പോസിറ്റീവ് സെൻറ്റൻസുകളിലാണ് നമ്മൾ ഇങ്ങനെ പ്രയോഗിക്കുക. നെഗറ്റീവ് സെൻറ്റൻസുകളിലും ക്വസ്റ്റ്യൻസിലും ഒക്കെ നമുക്ക് ഓക്സിലറീനെ വേറെ തന്നെ പറയേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, they play football അല്ലേ? ദേ പ്ലേ ഫുട്ബോൾ. നമ്മൾ പറഞ്ഞു ദേ പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അവർ ഫുട്ബോൾ കളിക്കാറുണ്ട്. അവർ കളിക്കാറില്ല എന്നെങ്ങനെ പറയും? ദേ ഡു നോട്ട് പ്ലേ ഫുട്ബോൾ. അല്ലെങ്കിൽ ഷോർട്ട് ആക്കിയിട്ട് നമ്മളെന്ന് പറയും ദേ ഡോണ്ട് പ്ലേ ഫുട്ബോൾ. മനസ്സിലായോ സർ? ദീന്നാണോ ദേന്നാണോ? ഓ സോറി ദേ ആണ്. ഓക്കെ, ഇനി അവൾ ഫുട്ബോൾ കളിക്കാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? അവിടെ ഓക്സിലറിനെ എടുത്തിട്ട് എന്ത് ചെയ്യണം? play football. ഡു ദേ പ്ലേ ഫുട്ബോൾ? ഡു ദേ പ്ലേ ഫുട്ബോൾ? അവർ ഫുട്ബോൾ കളിക്കാറില്ലേ എന്നാണെങ്കിലോ? Don't they play football? ഡോണ്ട് ദേ പ്ലേ ഫുട്ബോൾ? ഓക്കെ, don't they play football? ഇനി അടുത്തത് I know the answer. I know the answer എന്താണ്? എനിക്ക് ആൻസർ അറിയാമെന്നാണ്. ഓക്കെ, I know the answer, എനിക്ക് ആൻസർ അറിയാം. എനിക്ക് ആൻസർ അറിയില്ല എന്നെങ്ങനെ പറയാം? എനിക്കറിയില്ല എന്ന് നമ്മൾ സാധാരണ പറയാറില്ലേ? പക്ഷെ അത് പലപ്പോഴും നമ്മൾ ഇതാണ് സ്ട്രക്ചർ മനസ്സിലാക്കാറില്ല. എന്താണ്? I don't know the answer. I do not അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ട് നമുക്ക് എന്ത് പറയാം? I don't know the answer. ഓക്കെ,
അപ്പോൾ നിനക്ക് ആൻസർ അറിയോ എന്ന് ഒരാളോട് ചോദിക്കണ്ടേ? എങ്ങനെ പറയും? Don't you know the answer? നിനക്ക് ആൻസർ അറിയുമോ എന്ന് ചോദിച്ചത്, അറിയില്ലേ എന്നല്ല, അറിയുമോ. നോട്ടിൻ്റെ ആവശ്യമില്ല. അപ്പം എന്ത് മതി? ആ Do you വെരി ഗുഡ്. ഡു യു നോ ദ ആൻസർ? answer? ഡു യു നോ ദ ആൻസർ? ഓക്കെ. ഡു യു നോ ദ ആൻസർ? ഓക്കെ. ആൻസർ അറിയില്ലേ? എന്താ? Don't you know the answer? Don't you know the answer? Don't you know the answer? നമുക്ക് ആൻസർ അറിയില്ലേ? ഓക്കെ. ഇനി വേറെ എക്സാമ്പിൾ. നീ കേൾക്കുന്നില്ലേ? എങ്ങനെ പറയും? അങ്ങനെ സാധാരണ ചോദിക്കാറില്ല നമ്മൾ. നീ കേൾക്കുന്നില്ലേ? Do you hear me? കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കൽ എങ്ങനെയാണ്? കേൾക്കുന്നുണ്ടോ? ഡു യു ഹിയർ അല്ലേ? Hear me. ഡു യു ഹിയർ മീ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ എന്ന് എങ്ങനെ ചോദിക്കും? Don't you hear me? ഡോണ്ട് യു Hear me. ഹിയർ മീ? ഡോണ്ട് യു ഹിയർ മീ? മനസ്സിലായില്ലേ? നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? Do you understand? ഡു യു അണ്ടർസ്റ്റാൻഡ് അല്ലേ? ഡു യു അണ്ടർസ്റ്റാൻഡ്? ഡു യു അണ്ടർസ്റ്റാൻഡ്? നിനക്ക് മനസ്സിലാവുന്നില്ലേ എന്നാണെങ്കിലോ? Don't you understand? ഡോണ്ട് യു Understand. അണ്ടർസ്റ്റാൻഡ്? ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. അതേമാതിരി നീ പാടാറുണ്ടോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ അവൾ പാടാറുണ്ടോ അങ്ങനെ ചോദിക്കും. അവൾ പാടാറുണ്ടോ? Does she sing? Does she sing? Does she sing? ഓക്കെ. ഇപ്പോൾ പാടാറില്ല എന്നാണെങ്കിലോ? Doesn't she sing? ഓക്കെ. കുട്ടികൾ അനുസരിക്കാറുണ്ടോ എന്ന് ചോദിക്കും അല്ലേ? കുട്ടികളൊക്കെ അനുസരിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കും. എങ്ങനെ ചോദിക്കും? കുട്ടികൾ അനുസരിക്കാറുണ്ടോ? ഓക്സിലറി. Do children? Do the children? അനുസരിക്കുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷ്? ഒബേ എന്നാണ്. ഒബേ എന്നാണ്. ഓക്കെ. ഡു ദ ചിൽഡ്രൻ ഒബേ? ഡു ദ ചിൽഡ്രൻ ഒബേ? കുട്ടികൾ അനുസരിക്കാറുണ്ടോ? ഓക്കെ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ഇനി അതൊക്കെ നമ്മളൊരു ഇപ്പോൾ ഡു ദേ പ്ലേ ഫുട്ബോൾ, ഇവിടെ നോക്കുക. ഡു ദേ പ്ലേ ഫുട്ബോൾ? അവർ ഫുട്ബോൾ കളിക്കാറുണ്ടോ എന്നാണ് ചോദ്യം അല്ലേ? യെസ് അല്ലെങ്കിൽ നോ എന്നാണ് ആൻസർ. യെസ് ദേ പ്ലേ ഫുട്ബോൾ, അല്ലെങ്കിൽ നോ ദേ ഡു നോട്ട് പ്ലേ ഫുട്ബോൾ. ഇവിടെ ഒരു WH ക്വസ്റ്റ്യൻ അതുപോലെ എങ്ങനെ ഉണ്ടാക്കാം? എന്താണ് അവർ കളിക്കാറുള്ളതെന്ന് ചോദിക്കും. അല്ലെങ്കിൽ എവിടെ നിന്നാണ് അവർ ഫുട്ബോൾ കളിക്കാറുള്ളത് അങ്ങനെ ചോദിക്കുമല്ലോ. അവിടെ ഫുട്ബോൾ കളിക്കാറുണ്ടോ? യെസ് ദേ പ്ലേ ഫുട്ബോൾ. എവിടെ നിന്നാണ് അവർ ഫുട്ബോൾ കളിക്കാറുള്ളത് അങ്ങനെ ചോദിക്കും. Where do they play football? Very good. Where do they play football? Where do they play football? Okay. Where do they play football? അതുപോലെ ഐ ഡോണ്ട് നോ ദ ആൻസർ അല്ലേ? ഡു യു നോ ദ ആൻസർ? നിനക്ക് ആൻസർ അറിയോ? ഇപ്പോൾ ചോദ്യം, നിനക്ക് എന്താ ആൻസർ അറിയാത്തത്?
അല്ലേ? അങ്ങനെ ചോദിക്കുമല്ലോ. നിങ്ങൾക്ക് ആൻസർ അറിയില്ലേ? ഇല്ല, അറിയില്ല. എന്താ ആൻസർ അറിയാത്തത്? എന്തുകൊണ്ടാണ് അറിയാത്തത് എന്ന് ചോദിക്കും. ഇങ്ങനെ ചോദിക്കും. Why don't you know the answer? 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 Okay. Do you understand എന്ന് ചോദിക്കും അല്ലേ? Do you understand? അപ്പോൾ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? യെസ്, മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ നോ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ആ ചോദ്യം നിനക്ക് എന്താ മനസ്സിലാവുന്നത് അല്ലേ? അല്ലെങ്കിൽ നീ എന്താ മനസ്സിലാക്കുന്നത് എന്നങ്ങനെ ചോദിക്കും. What do you understand? What do you understand? What do you understand? Okay, what do you understand? ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് ഓക്കെയാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു ഫ്ലോയിലല്ലാത്ത സമയത്ത് നിങ്ങൾ ഈ ഒരു മീനിങ്ങിൽ പറയാൻ ശ്രമിക്കുമ്പോൾ തെറ്റിപ്പോകുന്നത്. പല ആൾക്കാരും ഇപ്പോൾ ഇംഗ്ലീഷിൽ അത്യാവശ്യം നന്നായിട്ട് പിന്നെ വലിയ പൊസിഷനിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ, ഇംഗ്ലീഷിലല്ല മൊത്തത്തിൽ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ ഈ ഓക്സിലറി വേർബ്, ഈ ഡു ഡസ് ഓക്സിലറി വേർബ് ഉപയോഗിക്കുന്നിടത്ത് ഒരുപാട് തെറ്റുകൾ നോർമലി സംഭവിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു നോക്കിയാൽ മതി. അത്യാവശ്യം നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് ചോദിക്കുന്ന ആളോട് തന്നെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പല ആൾക്കാരും പറയാം ആർ യു അണ്ടർസ്റ്റാൻഡ് എന്നാണ്. പല ആൾക്കാരും പറയുന്നത് എന്താണ്? ആർ യു അണ്ടർസ്റ്റാൻഡ്, ആർ യു അണ്ടർസ്റ്റാൻഡ് എന്നാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ആർ യു അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരിക? നീ അണ്ടർസ്റ്റാൻഡ് ആണോ എന്നാ ചോദ്യം അല്ലേ? നമുക്കിപ്പോൾ പഠിച്ചു നമ്മൾ ആർ യു അല്ല ആർ എന്നുള്ള ഓക്സിലറി വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം എന്താ പറയുക, ആണോ അല്ലേ എന്നുള്ളതാണ് വരിക അല്ലേ? അപ്പോൾ ഡു യു അണ്ടർസ്റ്റാൻഡ് എന്നാണ് ചോദിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്. മാത്രമല്ല ഈ അണ്ടർസ്റ്റാൻഡ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടാണ് ഹിയർ, സി, അണ്ടർസ്റ്റാൻഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ING ഫോമിൽ സാധാരണ പ്രയോഗിക്കാറില്ല. എന്തിനാ പ്രയോഗിക്കുക? ING ഫോം അല്ലാത്ത ഈ ഫോമുകളിലൊക്കെയാണ് പ്രയോഗിക്കുക. ഉദാഹരണം നമ്മൾ ഹിയറും ലിസണും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഹിയറും ലിസണും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു വ്യത്യാസം? ലിസൺ പറഞ്ഞാല് നമ്മള് പഠിക്കുക അങ്ങനല്ല, ഒരു നല്ലത് കേൾക്കാണല്ലോ. അതെ, ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ കേൾക്കുന്നതാണ്. ലിസൺ ടു എന്ന് പറയുന്ന സമയത്തോ നമ്മൾ മനഃപൂർവ്വം ഒരു സംഗതി കേൾക്കാൻ വേണ്ടി കേൾക്കുന്നതിനാണ്. അപ്പോൾ ഈ ലിസൺ എന്നുള്ളത് ഐ ആം ലിസണിങ് ടു മ്യൂസിക് എന്നൊക്കെ പറയും. പക്ഷെ ഐ ആം ഹിയറിങ് എന്നൊരിക്കലും നമ്മൾ പറയാറില്ല. ഐ ഹിയർ എന്നേ പറയാറില്ല. അത് മനസ്സിലാക്കിയാൽ മതി. ഐ ഹിയർ. അപ്പോൾ കാണുന്നുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? കാണുന്നുണ്ടോ? Do you see? അതാണ്. ഡു യു സീ, ഡു യു സീ, നീ കാണുന്നുണ്ടോ എന്നാണ് ചോദിക്കുക. അവിടെ ആർ യു സീയിങ് നിങ്ങൾ പറയരുത്. കാരണം എന്താണ്? സി എന്നുള്ളത് നമ്മൾ ING ഫോമിൽ അങ്ങനെ ആ അർത്ഥത്തിൽ യൂസ് ചെയ്യാറില്ല. ഓക്കെ, എന്താണ് നീ കാണുന്നതെന്ന് എങ്ങനെ ചോദിക്കും? എന്താ കാണുന്നത്? അപ്പോൾ ചോദിക്കില്ലേ എന്താ കാണുന്നത്? What do you see? What do you see? What do you see? ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഓക്സിലറി വേർബുകൾ. അപ്പോൾ ഇത് ഇപ്പോൾ പഠിച്ച സംഗതി നേരത്തെ പഠിച്ചൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, സാധാരണഗതിയിൽ എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു ഭാഗമാണ് ഈ ഡു, ഡസ്, ഇനി അടുത്ത് വരാൻ പോകുന്ന ഡിഡ്, ഈ ഓക്സിലറി വേർബുകൾ പ്രയോഗിക്കുന്ന സമയത്ത്. ഇതിന് പകരം പല ആൾക്കാരും ഈസോ അല്ലെ വാസോ ഒക്കെയാണ് പ്രയോഗിക്കാറുള്ളത്. അപ്പോൾ ആ മീനിങ്ങിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. ഒരു കാര്യം ഇപ്പോൾ ചെയ്യാറുണ്ടോ, സാധാരണഗതിയിൽ സംഭവിക്കുന്നുണ്ടോ എന്നുള്ള അർത്ഥത്തിൽ ഉണ്ട് എന്ന് പറയാനും ഉണ്ടോ എന്ന് ചോദിക്കാനും ഒക്കെയാണ് നമ്മൾ ഏത് ഉപയോഗിക്കുക? ഡു, ഡസ് എന്നുള്ള ഓക്സിലറി ഉപയോഗിക്കുക. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞതാണ് എന്ത്? ഡസ് എന്ന് പ്രയോഗിക്കേണ്ട സ്ഥലത്ത്, ഡസ് എന്ന് മാത്രം പ്രയോഗിക്കേണ്ട സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? എസ് ഫോം ഉപയോഗിക്കാൻ മതി. അതേപോലെ തന്നെ ഡു
വേർബ് പ്രയോഗിക്കേണ്ട സമയത്ത് നമുക്ക് എന്ത് പ്രയോഗിച്ചാൽ മതി? V1 പ്രയോഗിച്ചാൽ മതി. അങ്ങനെ അല്ലാത്ത സന്ദർഭം വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ വരുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നോട്ട് വരുന്ന സന്ദർഭം അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ, അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ ഡസ്സും V1ഉം വേറെ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ഡൂവും V1ഉം വേറെ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കും. ഡൗട്ട്സ് ഇല്ലാഞ്ഞിട്ടാണ് മിണ്ടാതിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കട്ടെ. സാറേ, ആ നമ്മളിപ്പോ സാർ പറഞ്ഞില്ലേ നമ്മള് ഒന്നാമത്തേതാകുമ്പം ഐ പ്ലേ എന്ന് മാത്രമേ പറയുള്ളൂന്ന്. ഉം. അപ്പം ഐ ഡു പ്ലേ എന്ന് പറയാൻ പറ്റുമോ? ഐ ഡു പ്ലേ എന്ന് പറയില്ല. മനസ്സിലായോ? ഐ പ്ലേ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളില് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൈക്ക് ഓഫ് ചെയ്തോളൂ, ഐ പ്ലേ എന്ന് പറയുമ്പം യഥാർത്ഥത്തിൽ അത് ഐ ഡു പ്ലേ എന്നാണ്. പക്ഷേ ഡു പ്ലേ എന്ന് ഒരുമിച്ച് അടുത്തടുത്ത് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് പ്ലേ എന്ന് തന്നെയാണ് പറയുക. അതിന് നടുക്ക് ഒരു നോട്ട് വരുന്ന സമയത്ത്, എപ്പോഴാ ഒരു നോട്ട് കൂടെ, ഞാൻ കളിക്കാറില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നോട്ട് വരണമല്ലോ ഓക്സിലറിൻ്റെ കൂടെ. ആ സമയത്ത് എന്ത് പറയും? ഡു വേറെ തന്നെ, ഐ ഡു നോട്ട് പ്ലേ. നോർമലി നമ്മൾ ഐ പ്ലേ എന്ന് പറയും. ഇനി ചില സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, ഐ ഡു പ്ലേ നിങ്ങൾക്ക് ചില സന്ദർഭത്തിൽ കാണാം. നമ്മൾ എന്ത് കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ചില സന്ദർഭങ്ങളിൽ അതിനെതിരായിട്ടുള്ള സംഗതികൾ സംഭവിക്കും. ഐ ഡു പ്ലേ എന്ന് നിങ്ങൾക്ക് കാണാം ചില സന്ദർഭത്തിലൊക്കെ, അങ്ങനെ പറയും ഇംഗ്ലീഷിൽ. പക്ഷെ അവിടെ മീനിങ്ങിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഐ ഡു പ്ലേ എന്ന് പറയുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ, ഈ പ്ലേ എന്നുള്ളതിനെ ഒന്നും കൂടി ഒന്ന് ഊന്നി പറയാൻ വേണ്ടിയിട്ട് ഐ ഡു പ്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ പറയണം ഞാൻ കളിക്കാറുണ്ട്, അത് സാധാരണ ഇതാണ് ഐ പ്ലേ എന്ന് പറഞ്ഞാൽ. മതി ഞാൻ കളിക്കാറുണ്ടെന്നേ, നമ്മളങ്ങനെ പറയില്ല, നമ്മൾ കളിക്കാറുണ്ടെന്ന് നമ്മൾ ഉറപ്പിച്ച് പറയും, ഒന്ന് ഊന്നി പറയും. ആ സന്ദർഭത്തിൽ നമ്മൾ ഐ ഡു പ്ലേ, കണ്ട ആ ഡു ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഐ ഡു പ്ലേ, ഞാൻ തീർച്ചയായും കളിക്കാറുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് വരെ. ഓക്കെ, അങ്ങനെയുള്ള സന്ദർഭത്തിൽ മാത്രമേ നമുക്ക് ഡൂവിനെ പുറത്ത് വേറെ തന്നെ പറയേണ്ട ആവശ്യമുള്ളൂ. നോർമലി സന്ദർഭങ്ങളിലൊക്കെ എന്താണ് ഐ പ്ലേ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ചോദിച്ചോളൂ, ആ ഡൗട്ട് എന്തെങ്കിലും ഇനി ചോദിക്കാനുണ്ടെങ്കിൽ. ക്ലിയർ ആയോ? ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ സർഫ് ചെയ്യണം. ഓർമ്മ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ സംഗതി? ഓക്കെ, എങ്ങനെ നിങ്ങൾ പറയുന്ന ഇങ്ങനെ തന്നെ പഠിക്കണം. ഹീ, ഇപ്പോൾ പ്ലേ വെച്ചിട്ടാണെങ്കിൽ ഹീ പ്ലേസ്, ഷീ പ്ലേസ്, they play, it plays, you play, I play, we play. ഇനി ഇതിൻ്റെയൊക്കെ എന്താണ് നെഗറ്റീവ്? എങ്ങനെ പറയാം? ഐ, ഹി ഡസൻ പ്ലേ. കണ്ട, ഇങ്ങനെ തന്നെ പഠിക്കണം. ഹി പ്ലേസ്, ഹി ഡസൻ പ്ലേ അല്ലേ? ഡസൻ പ്ലേസ് എന്നല്ല, പ്രത്യേകം മനസ്സിലാക്കണം. പല ആൾക്കാർക്ക് തെറ്റാറുള്ളത് ഉണ്ട്. ഇവിടെ ഡസ് എന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എസ് ഫോം ഉപയോഗിക്കരുത്, പിന്നെ V1 ഉപയോഗിക്കാവും. ഹി ഡസൻ പ്ലേ, ഷീ പ്ലേസ്, ഷീ ഡസൻ പ്ലേ, ദേ പ്ലേ, ദേ ഡു നോട്ട് പ്ലേ അല്ലെ ദേ ഡോണ്ട് പ്ലേ, ഇറ്റ് പ്ലേസ്, ഇറ്റ് ഡസൻ പ്ലേ, യു പ്ലേ, യു ഡോണ്ട് പ്ലേ, ഐ പ്ലേ, ഐ ഡോണ്ട് പ്ലേ, വി പ്ലേ, വി ഡോണ്ട് പ്ലേ. ഓക്കെ, പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യനും എന്താണ്? ഡസ് ഹി പ്ലേ, ഡസ് ഷീ പ്ലേ, ഡു ദേ പ്ലേ, ഡസ് ഇറ്റ് പ്ലേ, ഡു യു പ്ലേ, ഡു ഐ പ്ലേ, ഡു വി പ്ലേ. ഞാൻ എൻ്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്താണ്? ഡസിൻ ഹി പ്ലേ, ഡസിൻ ഷീ പ്ലേ, ഡോണ്ട് ദേ പ്ലേ, ഡസിൻ ഇറ്റ് പ്ലേ, ഡോണ്ട് യു പ്ലേ, ഡോണ്ട് ഐ പ്ലേ, ഡോണ്ട് വി പ്ലേ. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടാക്കി തന്നെ
ഇതങ്ങോട്ട് ഉറക്കണം. ഈ സാധനം നന്നായിട്ട് ഉറച്ച് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരാറുള്ളത്. മാത്രമല്ല നിങ്ങൾ എക്സാമുകളിലൊക്കെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ഇംഗ്ലീഷിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പിഴക്കാറുള്ളത് ഇങ്ങനെയുള്ള ഓക്സിലറി വരുമ്പോഴാണ്. കാരണം ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ ഉണ്ടാക്കാൻ പഠിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഈ സംഗതി ആവശ്യമുണ്ടാകും. എല്ലാ സ്ഥലത്തും ഈ ഒരു സംഭവം നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഓക്സിലറി വേർബും അതിൻ്റെ മെയിൻ വേർബിൻ്റെ ഫോമും ഇവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റണം. ഡു, ഡസ്. ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 തന്നെയാണ്. ഡസ് എന്ന് പറയുമ്പോൾ എസ് ഫോമാണെന്നുള്ള മനസ്സിലാക്കുക. അത് സാധാരണ സെൻറ്റൻസുകളിൽ, ക്വസ്റ്റ്യൻസിലും അതേപോലെ തന്നെ നോട്ട് വരുന്ന സെൻറ്റൻസുകളിലും എന്താണ് ഡസ്സും V1 വേറെ തന്നെ ഉണ്ടാവും. അതുപോലെ ഡൂവും V1 വേറെ തന്നെ ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ എക്സാമ്പിൾസ് കുറേ ചെയ്ത് ഇങ്ങനെ ചെയ്യൂലേ നിങ്ങൾ. ഒരു വേർബ് എടുക്കുക, ഹീ പ്ലേസ്, ഹീ ഡസൻ പ്ലേ, ഡസ് ഹീ പ്ലേ, ഡസൻ ഹീ പ്ലേ. ഷീ പ്ലേസ്, ഷീ ഡസൻ പ്ലേ, ഡസ് ഷീ പ്ലേ, ഡസൻ ഷീ പ്ലേ. അങ്ങനെ ഓരോന്നിൻ്റെയും എന്ത് ചെയ്യണം, വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടാക്കി നോക്കുക. അതോടൊപ്പം തന്നെ ഏതെങ്കിലും വാട്ടോ വേറോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ചിട്ടും കൂടെ ആ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നോക്കുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അത് സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ